പത്തനംതിട്ട കൂടലിലെ 19-കാരി ഗായത്രിയുടെ മരണത്തിൽ അമ്മ രാജിക്കൊപ്പം താമസിക്കുന്ന ആദർശിനെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ. ഗായത്രി ആത്മഹത്യ ചെയ്യില്ല എന്നും കേസ് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നും രണ്ടാനച്ഛൻ ആവശ്യപ്പെടുന്നു. എന്നാൽ രണ്ടാനച്ഛനെ പൂർണ്ണമായി തള്ളി ഗായത്രി പഠിക്കുന്ന സൈനിക പരിശീലന സ്ഥാപനത്തിലെ അധ്യാപകനെതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഗായത്രിയുടെ അമ്മ രാജി. കർണാടകയിൽ ജോലി ചെയ്യുകയായിരുന്ന ഗായത്രിയുടെ രണ്ടാനച്ഛൻ ചന്ദ്രശേഖര പിള്ളയാണ് 19-കാരിയുടെ മരണത്തിൽ അമ്മ രാജിയുടെ ഒപ്പം താമസിക്കുന്ന ആദർശിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോറി ഡ്രൈവറായ ആദർശ് ഗോവയ്ക്ക് പോയി എന്നാണ് ഗായത്രിയുടെ അമ്മ വിശദീകരിക്കുന്നത്. എന്നാൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ വരെ ആദർശ് വീട്ടിലുണ്ടായിരുന്നു. ഗായത്രിയുടെ മരണത്തിൽ സ്ഥാപനത്തിന്റെ പങ്കിനൊപ്പം ആദർശിന്റെ പങ്കും അന്വേഷിക്കണമെന്നും രണ്ടാനച്ഛൻ ചന്ദ്രശേഖര പിള്ള ആവശ്യപ്പെടുന്നു. എനിക്ക് രണ്ടുപേരെ സംശയമുണ്ട്. ഒന്ന് സ്ഥാപനത്തിന്, മറ്റൊന്ന് ഇപ്പോൾ ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവരെ സംശയമുണ്ട്. ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ആദർശമാണ്. പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഗോവയ്ക്ക് പോയെന്നാണ്. അടൂരിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ പ്രശ്നങ്ങളുള്ളതായും മകളെ അവിടെ പഠനത്തിന് അയക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നതായും ചന്ദ്രശേഖര പിള്ള അവകാശപ്പെട്ടു. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് അവിടെ വിടല്ലെന്ന് പറഞ്ഞത് അത് ആ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഞാനും ഈ പറയുന്ന രാജി, അതായത് എൻ്റെ ഭാര്യയായിരുന്നു ഈ രാജിയുമായിട്ട് തെറ്റിപ്പോകും. അതേസമയം രണ്ടാനച്ഛൻ ചന്ദ്രശേഖരനുമായി തനിക്കും മകൾക്കും യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന അമ്മ രാജി മകളെ അധ്യാപകൻ ഡേറ്റിംഗിന് ക്ഷണിച്ചിരുന്നുവെന്നും വഴങ്ങാത്തതിനാൽ വൈരാഗ്യത്തോടെ ഗായത്രിയോട് പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നുമുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്റെ മോളോട് പറഞ്ഞു ഡേറ്റ് ഉണ്ട് വരുന്നോന്ന് ചോദിച്ചു. ഈ ഡേറ്റ് ഉണ്ട് വരുന്നോന്ന് ചോദിക്കുക ഇയാടെ കൂട്ടത്തിൽ കറങ്ങാനാ, ഇയാള് ഹോട്ടൽ മുറിയെടുക്കുന്ന ഇയാടെ ആവശ്യങ്ങള് എല്ലാ പെൺകുട്ടികളുടെയും ശരീരം ഇയാടെ മുന്നേ കാഴ്ച വെച്ചിട്ട് വേണോ ആർമിക്ക് കയറാൻ. ഇന്നലെയാണ് ഇവിടെ രണ്ടാമത്തെ അച്ഛൻ അറിയുന്നത്. അതായത് അവിടെ പേരിന്റെ അറ്റത്ത് ചന്ദ്രശേഖരൻ എന്നുള്ളത് അയാൾ അച്ഛനല്ല. അയാൾ ചൊവ്വേന്നേരെ ചെലവിന് കൊടുത്തിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ എന്റെ മക്കളെ വളർത്തിയത്. ഇതിനിടെ ഗായത്രിയുടെ മുറിയിൽ നിന്നും ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയെന്നും കുറിപ്പിൽ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് എഴുതിയിട്ടുള്ളതായും പോലീസ് വ്യക്തമാക്കുന്നു. ഗായത്രിയുടെ ഫോൺ അടക്കം വിശദമായി പരിശോധിച്ചാലേ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കാരണമെന്തെന്ന് വ്യക്തമാകൂവെന്നാണ് കൂടൽ പോലീസ് പറയുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.